അടിപൊളിയായിരുന്നു. ഞങ്ങൾക്ക് കിട്ടാൻ വേണ്ടി ഓടി വന്നതാ. കിട്ടി. അടിപൊളിയായിരുന്നു. സൂപ്പറായിരുന്നു. നല്ല ടേസ്റ്റ് ഉണ്ട്. അടിപൊളി പായസം, ഒരു രക്ഷയില്ല. നല്ല പൈസ നന്നായിരിക്കും. പലതരം പായസം ട്രൈ ചെയ്ത് നോക്കിയെന്ന് പറഞ്ഞില്ലേ, അതിൽ ഏതെങ്കിലും എക്സ്പെരിമെന്റ് ചെയ്തിട്ട് കുളമായി പോയതുണ്ടോ? സത്യം പറഞ്ഞ ആദ്യം എല്ലാം കുളമായിട്ടുള്ളൂ. സാറിൻ്റെ ചിരി അത് കാണുമ്പോൾ തന്നെ നമുക്ക് പകുതി അറിയാം. അപ്പോൾ ഇതെങ്ങനെ എങ്ങനെ മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റും? അച്ഛനും മകനും തമ്മിൽ ഈ ഒരു പാചകത്തിലൊരു കോമ്പറ്റീഷൻ നടക്കാറുണ്ടോ? നമസ്കാരം. കൗമുദിയുടെ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും ഈ ഒരു കേരളീയത്തിൻ്റെ ഒരു ഇവൻറ്റിൻ്റെ ഈ ഒരു എന്താ പറയുക പായസത്തിൻ്റെ മേക്കിങ്ങിലേക്ക് സ്വാഗതം. ഒത്തിരി സന്തോഷമുണ്ട് ഇങ്ങനൊരു ഈ ഒരു മെഗാ ഇവൻറ്റിൻ്റെ ഭാഗമാവാനായിട്ട്. ഒരു എന്നെ കുറച്ച് പേർക്കെങ്കിലും അറിയായിരിക്കും. എൻ്റെ ഒരു യദു എന്നാണ്. പഴയുടെ മോൻ നമ്പൂതിരി അച്ഛനാണ്. അപ്പോൾ ഞങ്ങൾ ഒന്നിച്ചാണ് ഇവിടെ വന്നിട്ടുള്ളത്. ഇവിടെ ഈ 7 ദിവസത്തെ ഇവൻറ്റിൽ ഇന്ന് 3-ാം ദിവസമാണ്. ഇന്നിവിടെ വന്നിട്ടൊരു പായസം പ്രിപ്പയർ ചെയ്യുന്നുണ്ട്. നമ്മളൊരു 40 ലിറ്റർ പാലട പ്രഥമനാണ് ഇവിടെ പ്രിപ്പയർ ചെയ്യുന്നത്. ശരിക്കും ഞങ്ങൾ വരുന്ന സമയത്ത് ഇത്ര ആൾക്കാരുണ്ടാവുമെന്നൊന്നും വിചാരിച്ചിരുന്നില്ല. സത്യം പറഞ്ഞാൽ ഒരു 100-150 പേരാണ് ആകെ ഉണ്ടാവുമെന്ന് വിചാരിച്ചിട്ടാണ് ഞങ്ങൾ ഈ ഒരു ഇവൻറ്റിന് വന്നത്. പക്ഷേ ഇവിടെ വന്നപ്പോഴാണ് അറിഞ്ഞത് ഒരു 1000 പേർക്ക് മുകളിൽ ഇവിടെ തന്നെ ഉണ്ട്. സർക്കാരിൻ്റെ ഒരു വലിയ ഇനീഷ്യേറ്റീവാണ്. കാരണം ഇത്രയും കേരളത്തിൻ്റെ 14 ജില്ലകളിലെയും പല വിഭവങ്ങളും ഈ ഒരു ഭക്ഷ്യമേളകൾ കൂടി ഇവിടെ നിങ്ങൾക്ക് വേണ്ടി അവതരിപ്പിക്കുന്നുണ്ട്. അപ്പം ആൾക്കാർക്ക് ഇതൊന്ന് കാണാനും രുചിച്ച് നോക്കാനും ഒരിക്കലെങ്കിലും കഴിച്ചു നോക്കാൻ പാകത്തിന് എല്ലാ ഭക്ഷണത്തിനെയും ഇവിടെ അവതരിപ്പിക്കാനും ഒക്കെ സർക്കാരിന് കഴിഞ്ഞ ഒരു വലിയ ഭാഗ്യം, വലിയൊരു കാര്യമായിട്ട് തന്നെ ഞാൻ കാണുന്നു. അതോടൊപ്പം തന്നെ ഇതിനൊരു ഭാഗമായിട്ട് ഇവിടെ നിൽക്കാൻ കഴിഞ്ഞത്, ഇപ്പോൾ ഒരു പായസം പ്രിപ്പയർ ചെയ്യുന്നത് ഒരു വലിയ സംഭവമൊന്നുമല്ല. കുറച്ച് പായസം മാത്രമേ പ്രിപ്പയർ ചെയ്യുന്നുള്ളൂ. അതിനകത്ത് അച്ഛനൊപ്പം ഞാനും ജോയിൻ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഞങ്ങളെ ഇൻവൈറ്റ് ചെയ്തതിലും ആദ്യം പറഞ്ഞ പോലെ തന്നെ വലിയൊരു സന്തോഷവും ഒരു വലിയൊരു ഭാഗ്യമായിട്ട് തന്നെ ഞങ്ങൾ കാണുകയാണ്. കേരളീയത്തിൻ്റെ ഭാഗമായിട്ട് ഇന്നത്തെ ഫുഡ് ഷോയിൽ ഞങ്ങളിവിടെ പാചകം ചെയ്യുന്നത് പാലട പ്രഥമനാണ്. വടക്കൻ കേരളത്തിൽ ഏറെ സ്വാധീനമുള്ള പാലട പ്രഥമൻ തെക്കൻ കേരളത്തിലും ഇപ്പോൾ വളരെ ഫെമിലിയറായി തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ അതെങ്ങനെ ഉണ്ടാക്കാം എന്ന് നിങ്ങളുടെ മുൻപിൽ വെച്ച് തന്നെ പാചകം ചെയ്തുകൊണ്ട് നമുക്കൊരു 2 മണിക്കൂറുള്ള സമയമെടുക്കും അത് പാചകം ചെയ്ത് നിങ്ങൾക്ക് തരാൻ പാകത്തിന് ആകുമ്പോഴേക്കും. അപ്പോൾ നമ്മളിപ്പോൾ ഏതാണ്ട് ഒരു 40 ലിറ്ററോളം നമ്മൾ പായസം പ്രിപ്പയർ ചെയ്യുന്നുണ്ട് ഇവിടെ ഇപ്പോൾ. അപ്പം ഒരു 40 ലിറ്റർ പായസം പ്രിപ്പയർ ചെയ്യാനുള്ള അളവിൻ്റെ കണക്കിൽ നമുക്ക് ആരംഭിച്ച് തുടങ്ങാം. നമ്മൾ 2 കിലോ അടയാണ് നമ്മൾ ഈ ഒരു 40 ലിറ്റർ പാലിൽ പ്രിപ്പയർ ചെയ്യാനായിട്ട് എടുത്തിരിക്കുന്നത്. അട പ്രത്യേകം നമുക്ക് എടുത്ത് വേവിച്ചെടുക്കാൻ പറ്റും. പക്ഷേ ഇവിടെ നമ്മൾ ഒരു വാർപ്പിനകത്ത് തന്നെ ചെയ്യുന്നത് കൊണ്ട് നമ്മൾ ആദ്യം അടയൊന്ന് വേവിച്ചെടുക്കുകയാണ്. അതിന് കുറച്ച് വെള്ളം എടുത്തിട്ടുണ്ട്. ഒരു 20 ലിറ്റർ വെള്ളം നമ്മൾ ഒരു ജാറിലെടുത്ത് അങ്ങ് ചേർത്തിട്ടുണ്ട്. നമ്മൾ 2 കിലോ അടയാണ് നമ്മൾ ആദ്യം വേവിച്ചെടുക്കാൻ പോകുന്നത്. അപ്പോൾ നമ്മൾ അട വേവിക്കാൻ വെച്ചിട്ടുണ്ട്. ജസ്റ്റ് അടച്ചു വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇനി പാല് കയറ്റാം. നമ്മൾ 40 ലിറ്റർ പാലാണ് ഇവിടെ ഇപ്പോൾ ഈ ഒരു പാലിൻ്റെ പുറത്ത് പ്രിപ്പയർ ചെയ്യാനായിട്ട് എടുക്കുന്നത്. കുറച്ച് നെയ്യ് ആദ്യം നമ്മൾ ചേർക്കുന്നുണ്ട്. നമ്മൾ കുറച്ച് പഞ്ചസാരയോട് നമ്മൾ ചേർത്തിട്ടുണ്ട്. ഈ ഒരു വെള്ളത്തിന് കുറച്ച് വെള്ളം, അതായത് ഒരു 5 ലിറ്റർ വെള്ളമാണ് ഈ വാർപ്പിനകത്ത് ഉണ്ടായിരുന്നത്. നമ്മൾ കുറച്ച് നെയ്യിൻ്റെ ഒപ്പം കുറച്ച് പഞ്ചസാരയോട് ചേർത്തിട്ട് വെള്ളം ഒന്ന് ക്ലീനാക്കി എടുത്തിട്ടാണ് നമ്മൾ പാലതിനകത്തേക്ക് ഒഴിച്ച് തുടങ്ങുന്നത്. നമ്മൾ ഈ പാൽ ഒഴിച്ചു തുടങ്ങി നമ്മൾ ഒഴിച്ചുകൊണ്ടിരിക്കുക. പെട്ടെന്ന് പാല് തിളച്ച് വരും. അതനുസരിച്ച് നമുക്ക് തിള വരുന്നതനുസരിച്ച് നമുക്ക് പാല് ചേർത്തുകൊണ്ടിരുന്നാൽ മാത്രം മതി. ഞാൻ വയനാട്ടിൽ നിന്നാണ് വരുന്നത്. അപ്പോൾ ഞാൻ ഒരുപാട് ടി വിയിലൊക്കെ പഴയ സാറിനെ ഫേമസ് ആയി ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പോഴും സാറിൻ്റെ ചിരി അത് കാണുമ്പോൾ തന്നെ നമുക്ക് പകുതി അറിയാം. അപ്പോൾ ഇതെങ്ങനെ മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റുന്നു? ഒരു പാചകക്കാരനുണ്ട് അടിസ്ഥാന ഘടകങ്ങളിൽ ഒന്നാണ് ഏറ്റവും ഹൈജീനിക്കായിട്ട് നിൽക്കുക, ഏറ്റവും വൃത്തിയായിട്ട് നിൽക്കുക, ചിരിച്ചുകൊണ്ട് നിൽക്കുക എന്നുള്ള.
കാരണം ഏതൊരു ടെൻഷനെ മാറ്റാനുള്ള ഏറ്റവും നല്ല വഴി മനുഷ്യന് ദൈവം കൊടുത്തിരിക്കുന്നത് ചിരിയാണ്. അപ്പോൾ അതില്ലെങ്കിൽ പിന്നെ മനുഷ്യനില്ല എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം. മറ്റു മൃഗങ്ങൾക്കൊന്നും കഴിയാത്തതും ചിരി തന്നെയാണ്. സംസാര ഭാഷയുണ്ട് മൃഗങ്ങൾക്ക്, കരയുന്ന ഭാഷയുണ്ട് മൃഗങ്ങൾക്ക്, ആശയവിനിമയമുണ്ട്. പക്ഷേ ചിരിക്കുവാൻ മാത്രം മൃഗങ്ങൾക്ക് കഴിയുന്നില്ല. അത് മനുഷ്യനെ വേറിട്ട് നിർത്തുന്ന ഒരു ഘടകം കൂടിയാണ്. അതുകൊണ്ട് നമ്മൾ ഏത് സമയത്തും ആരൊക്കെ എത്ര ടെൻഷൻ ഏത് അവസരത്തിലുണ്ടെങ്കിലും ചിരിച്ചുകൊണ്ട് നിന്ന് കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും അവനവൻ്റെ ദുഃഖം മറക്കും, കാണുന്നവർക്ക് സന്തോഷം ഉണ്ടാവും. അതുകൊണ്ടാണ് ഇങ്ങനെ നിൽക്കാൻ കഴിയുന്നത്. താങ്ക് യു. ഏറ്റവും ഇഷ്ടം പാലട തന്നെയാണോ? എനിക്ക് ഒരുവിധം എല്ലാ പായസം ഇഷ്ടമാണ്, എന്നാലും കൂടുതലും ഇഷ്ടം പാലടയാണ്. അച്ഛനും മകനും തമ്മിൽ ഈ ഒരു പാചകത്തിലൊരു കോമ്പറ്റീഷൻ നടക്കാറുണ്ടോ? ഉണ്ടോ? അങ്ങനെയൊന്നുമില്ല. അച്ഛൻ തന്നെ അല്ലേ. പലതരം പായസം ട്രൈ ചെയ്ത് നോക്കിയെന്ന് പറഞ്ഞില്ലേ, അതിലേതെങ്കിലും എക്സ്പെരിമെന്റ് ചെയ്തിട്ട് കുളമായി പോയതുണ്ട്? സത്യം പറഞ്ഞ ആദ്യം എല്ലാം കുളമായിട്ടുള്ളൂ. നമ്മൾ ഈ പാല് തിളച്ച് വന്ന പാലിൽ നമ്മൾ അട ചേർത്തിട്ടുണ്ട്. അട ചേർക്കുന്ന സമയത്ത് പറയാൻ പറ്റില്ല, ഇട്ടായിട്ട് ഞാൻ തന്നെ പറഞ്ഞു. അപ്പം അടയടുത്ത് ചേർത്തിട്ടുണ്ട്. 2 കിലോ അടയാണ് നമ്മൾ വേവിച്ചെടുത്തിരുന്നത്. ആ വെള്ളം പോയി നന്നായിട്ട് വാഷ് ചെയ്തെടുത്തിട്ട് അട ഈ പാലിനകത്തേക്ക് ചേർത്തിട്ടുണ്ട്. ഇനി അടയും പാലുമായിട്ടൊന്ന് സെറ്റായി വരുന്ന സമയത്ത് നമ്മൾ പഞ്ചസാര ചേർത്ത് തുടങ്ങും. അട പ്രോപ്പറായിട്ട് ഭയങ്കര പാലുമായിട്ട് ജസ്റ്റ് ചേർന്ന് വരുന്ന സമയത്ത് മാത്രമാണ് നമ്മൾ പഞ്ചസാര ചേർത്ത് തുടങ്ങുക. പഞ്ചസാര നമുക്ക് ചേർക്കാം. അപ്പോൾ നമ്മുടെ പാലടപ്രഥമൻ നമ്മൾ സെറ്റായിട്ടുണ്ട്. അടുപ്പ് കെടുത്തിയിട്ടുണ്ട്. ഇനി ഒരു 10 മിനിറ്റ് ഒന്ന് ജസ്റ്റ് കുറച്ച് നേരം ഇളക്കിക്കൊണ്ടിരിക്കണം. ഒരു 5 മിനിറ്റ് 10 മിനിറ്റ് കഴിഞ്ഞാൽ നമുക്ക് ഗ്ലാസ്സിൽ സെർവ് ചെയ്യാൻ പറ്റും. വളരെ സന്തോഷം തോന്നുന്നുണ്ട്. കാരണം ഇതിനു മുൻപ് പല സമയങ്ങളിലും ഓണാഘോഷം പോലുള്ള ആഘോഷങ്ങൾ നടക്കാറുണ്ടെങ്കിലും ഒരു സമൂഹത്തിൻ്റെ എല്ലാ തലങ്ങളിലും തൊട്ടുകൊണ്ടെത്തിക്കൊണ്ട് തന്നെ നടത്തുന്ന ഈ ഒരു കേരളീയം എന്ന ഈ സാംസ്കാരിക കൂട്ടായ്മയ്ക്ക് എല്ലാവിധ ആശംസകളും നേരുന്നതിനോടൊപ്പം തന്നെ അതിൽ ഭാഗമാക്കാൻ കഴിഞ്ഞതിലുള്ള ഞങ്ങളുടെ ഹൃദയപൂർവ്വം നന്ദി അറിയിച്ചുകൂടി ചെയ്യുകയാണ്. നന്ദി. നല്ല ടേസ്റ്റ് ഉണ്ട്. 3.5 മണിക്കൂർ നമ്മൾ വെയിറ്റ് ചെയ്തു, ഫുള്ള് കണ്ടു. നല്ല അടിപൊളിയായിട്ടുണ്ട്. അടിപൊളിയായിരുന്നു. ഞങ്ങൾക്ക് കിട്ടാൻ വേണ്ടി ഓടി വന്നു, കിട്ടി. അടിപൊളിയായിരുന്നു, സൂപ്പറായിരുന്നു. ഓടി വന്ന് കാര്യമായി. അടിപൊളി പായസം, ഒരു രക്ഷയില്ല. നല്ല പൈസ, നല്ല പൈസ, അടിപൊളി, നന്നായിരിക്കും. അങ്ങനെ നമ്മുടെ പാലടപ്രഥമൻ എല്ലാവർക്കും സെർവ് ചെയ്തു. നമ്മളിവിടെ വന്നിട്ടുള്ള നിങ്ങൾ കണ്ടറിയാം, ഒരു 250-300 ആൾക്കെങ്കിലും മിനിമം നമ്മൾ പായസം സെർവ് ചെയ്തിട്ടുണ്ട്. ഇതാണ് നമ്മുടെ പായസം. ഒത്തിരി സന്തോഷമുണ്ട്. തിരുവനന്തപുരം നൽകിയ സ്നേഹത്തിന് ഈ നന്ദിക്ക് എത്ര നന്ദി പറഞ്ഞാലും മതിയാവില്ല. അത്ര മനോഹരമായിട്ടുള്ള ഒരു സായാഹ്നമായിരുന്നു ഇവിടെ എല്ലാവർക്കും വേണ്ടി ചെലവഴിച്ചത്. വരും ദിവസങ്ങളിലും നവംബർ 7 നടക്കുന്ന കേരളീയത്തിൻ്റെ മറ്റു ഭക്ഷണമായിട്ട് ബന്ധപ്പെട്ട മറ്റ് എല്ലാ ഷോകൾക്കും എല്ലാവിധ ആശംസകളും നേർന്നുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.